ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ് ഹബ്. സോ നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്ലോക്ക് 2-യുടെ ബ്ലോക്ക് 2-യുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ എൻറ്റയർ ബ്ലോക്ക് അതിലെ എൻറ്റയർ യൂണിറ്റ്സ് ഒന്ന് ഓടിച്ചിട്ട് നോക്കും. അതുപോലെ തന്നെ അതിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേപ്പർ ഇത് കുറച്ച് ട്രിക്കിയാണ്. ബിക്കോസ് നിങ്ങൾ പല പല സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഒരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ലാംഗ്വേജിൻ്റെ മേലിലൊരു കമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൽ എസ്എ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുണ്ടായത് കൊണ്ട് തന്നെ അപ്പോൾ ലാംഗ്വേജ് കൃത്യമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വശമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ട്രിക്കിയാണ് ഈ ഒരു ഇതിൽ കുറച്ച് ഗ്രാമർ പാർട്ടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ട്രിക്കിയാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് നന്നായിട്ട് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാനുണ്ട്, അതൊക്കെ കാണാതെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ സ്കോളേഴ്സ് ഹബ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, ക്രാഷ് കോഴ്സ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഫ്രീ അസൈൻമെൻറ്റ്സ് കൊടുക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൽ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സാറുമാരായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഗ്രൂപ്പിലുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അത്തരത്തിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ സ്കോളേഴ്സ് ഹബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. SGOയിൽ നമ്മളാണ് ലീഡിങ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എൻറ്റയർ ബ്ലോക്ക് 2 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കും, ഓടിച്ചിട്ട് നോക്കും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നോക്കും. സോ ഇതിൽ യൂണിറ്റ് 1-ൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ് ആണ് നോക്കാനുള്ളത്. സോ റീഡിങ് ഇത് വെരി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിങ്സ് ആണ് നമ്മൾ ഇതിൽ കൂടുതൽ പറയുന്നത്. അതായത് റീഡിങ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്കിൽസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിലിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് പർപ്പസ് ഓഫ് റീഡിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോ ഒന്നാമത്തെ പർപ്പസ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ന്യൂ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റീഡിങ് ഫോർ ഐഡിയാസ്, പുതിയ ഐഡിയാസ് കിട്ടാൻ വേണ്ടി, പുതിയ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റീഡിങ് ഫോർ പ്ലഷർ, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഫിക്ഷനൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ നോവലുകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4-5 പർപ്പസുകൾ, മെയിനായിട്ടുള്ള 4 പർപ്പസുകളാണുള്ളത്. അപ്പോൾ ഈ 4 പർപ്പസുകളാണ് നിങ്ങൾ അതിന് ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്ലഷറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഫിക്ഷൻസും കാര്യങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. ഈ 4 പർപ്പസാണ് റീഡിങ്ങിന് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് 4 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് 1 മാർക്കിൻ്റെ ഒറ്റ ലൈനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് 1-2 സെൻറ്റൻസുകൾ നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യണം. മിനിമം 2 സെൻറ്റൻസിലെങ്കിലും ആൻസർ ചെയ്യണം. മൂന്നാമത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊരു മിനിമം നിങ്ങളൊരു പേജെങ്കിലും എഴുതണം. 4-മത്തത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ലിസണിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരും. പിന്നെ ഗ്രാമറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ടെൻസസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ലാസ്റ്റ് വായിച്ചൊരു പുസ്തകത്തിനെ കുറിച്ച് നിങ്ങളൊരു റിവ്യൂ എഴുതുക, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതുക. അതല്ലെങ്കിൽ എസ്സേ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും,
AI ടെക്നോളജി എന്താണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേ, അതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള എസ്സേ, അതല്ലെങ്കിൽ മോഡേൺ കാലഘട്ടത്തിലെ കമ്മ്യൂണിക്കേഷൻ രീതികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള എസ്സേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പർപ്പസ് ഓഫ് ദ റീഡിങ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പോയിന്റ്സിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ പാരഗ്രാഫ് ആവാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താണ് ക്ലോസ് റീഡിങ്. അതായത് ക്ലോസ് റീഡിങ് എന്താണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ക്ലോസ് റീഡിങ് എന്നുള്ളത്? അതായത് ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുസ്തകത്തിനെ കറക്റ്റായിട്ട് ക്ലോസ് ആയിട്ട് വായിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഇരുന്ന് വായിക്കുന്നതിനാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് റീഡിംഗ് ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് കെയർഫുൾ അനാലിസിസ് ഓഫ് എ ടെക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്, സ്ട്രക്ചർ ആൻഡ് ഡീപ്പർ ലെയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു പുസ്തകത്തിനെ നിങ്ങൾ വായിക്കുന്നതിന് ഫുൾ ലെങ്ത്തിൽ അതിൻ്റെ ഫുള്ളായിട്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മീനിങ് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഏത് തരം റീഡിംഗ് ആണ് നടത്തേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനാണ് ക്ലോസ് റീഡിംഗ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡീകോഡിങ് എ ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റിനെ ഡീകോഡ് ചെയ്യാനുള്ളതാണ്. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡീകോഡിംഗ് ഉണ്ട്, ഫോണറ്റിക് ഡീകോഡിംഗ് ഉണ്ട്, അതായത് അതിലെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ കോണ്ടെക്സ്റ്റ് ക്ലൂസ്, മോർഫോളജിക്കൽ അനാലിസിസ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡീകോഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന്ന് സഫിക്സ് ഇതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രധാനമായിട്ടും ഈ 1ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ക്ലോസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പർപ്പസ് ഓഫ് റീഡിങ്ങും. ഈ 2 ഏരിയാസിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പർപ്പസ് ഓഫ് റീഡിംഗ് എന്ന് അറിയണം, അതുപോലെ തന്നെ ക്ലോസ് റീഡിംഗ് എന്താണെന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ നോക്കിയിട്ട് കൃത്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഡീകോഡിംഗ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റർ ആഡഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ടു ചേഞ്ച് ഇറ്റ്സ് മീനിങ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രിഫിക്സിൻ്റെ ഡെഫിനീഷനാണ്. അതായത് ഇപ്പോൾ ഹാപ്പിയുടെ മുന്നേ നമ്മൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അൺഹാപ്പി, സന്തോഷമില്ല എന്ന് വരില്ലേ. അതുപോലെ തന്നെ ചില വേർഡ്സ് ഉണ്ട് അതിൻ്റെ മുന്നേ വേറെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് പാടെ ചേഞ്ച് ആകും. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആ ഒരു ചേർക്കുന്ന മുൻപിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹാപ്പിക്ക് മുന്നിൽ ചേർത്തില്ലേ, അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. എ സഫിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ് ടു ചേഞ്ച് ഇറ്റ്സ് ഫോം ഓർ മീനിങ്. അതായത് ഇപ്പോൾ പ്ലേഫുൾ, ഇപ്പോൾ പ്ലേക്ക് ശേഷം നമ്മൾ ഫുൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മാറി. എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ പ്ലേഫുൾ എന്ന് പറയാം. പ്ലേ എന്ന് പറഞ്ഞാൽ കളിച്ചു, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പ്ലേഫുൾ എന്ന് പറയും. അപ്പോൾ ആ ഫുള്ളെന്ന് ചേർത്തപ്പോഴാണ് അതിൻ്റെ മീനിങ് മാറിയത്. സോ ഇത്തരത്തിൽ ചേർക്കുന്നതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്സിനെ കുറിച്ചാണ്, അതിൻ്റെ മെത്തേഡ്സും ടെക്നിക്കുകളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു ഏരിയയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് സ്കിമ്മിങ് എന്ന് ചോദിക്കാം, എന്താണ് സ്കാനിങ് എന്ന് ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് സ്കിമ്മിങ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സ്കിമ്മിങ് ഈസ് എ ക്വിക്ക് റീഡിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഗെറ്റ് ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ് വിത്തൗട്ട് ഫോക്കസിങ് ഓൺ ഡീറ്റെയിൽസ്. സോ സംടൈംസ് വി സ്കിപ്പ് പോർഷൻസ്. അതായത് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ടെക്സ്റ്റ് വിത്തൗട്ട് ഫോക്കസിങ് ഓൺ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും നോക്കാതെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിമ്മിങ് പോലെയുള്ള റീഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വായിക്കില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും, ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരം റീഡിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതിന് സ്കിമ്മിങ് എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. എക്സ്പ്ലനേഷൻ, റീഡേഴ്സ് ഗ്ലാൻസ് ഓവർ ദ ടെക്സ്റ്റ്, ജസ്റ്റ് ഗ്ലാൻസ്
ജസ്റ്റ് നോക്കിയിട്ട് പോവും, മെയിൻ പോയിന്റ് മാത്രം നോക്കിയിട്ട് പോവും. അതുപോലെ തന്നെ സെർച്ചിങ് കീ ഐഡിയാസും തീംസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചോദിക്കാം, ഈ കീ ഐഡിയാസ് അല്ലെങ്കിൽ തീംസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ആൻസർ സ്കിമ്മിങ് ആണ്. കോമൺലി യൂസ്ഡ് ഫോർ പ്രിവ്യൂയിങ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് റിപ്പോർട്ട്സ്. അല്ല, ഇങ്ങനെ ചോദിക്കാം, ബുക്സ് പ്രിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ റിപ്പോർട്ടൊക്കെ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തരം റീഡിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ആൻസറും സ്കിമ്മിങ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സ്കിമ്മിങ്. അടുത്തത് സ്കാനിങ് ആണ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ലൈൻസ്, പാരഗ്രാഫ്സ് ആൻഡ് പേജ് ക്വിക്ക്ലി ബട്ട് നോട്ട് തറോലി ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫർമേഷൻ. അതായത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാരഗ്രാഫിലൂടെയും ലൈൻസിലൂടെയൊക്കെ നമ്മൾ ക്വിക്കായിട്ട് ഓടിച്ചിട്ട് വായിക്കും. അത് കുറച്ചും കൂടി ഇതാണ്, സ്കിമ്മിങ്ങിനേക്കാളും കുറച്ചും കൂടി തറോ ആയിട്ട് വായിക്കും, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കും. അതെന്തിനാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം റീഡിങ്ങിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരിക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് തരം റീഡിംഗ് ആണ് ചെയ്യേണ്ടത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വരേണ്ടത് സ്കാനിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിൽ ക്വസ്റ്റ്യൻ വരിക. ഫോക്കസ് ഓൺ കീവേഡ്സ്, നമ്പേഴ്സ്, ഫ്രേസസ്. അതായത് ഒരു പ്രധാനപ്പെട്ട നമ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്ന വർഷത്തിലാണ് അല്ലെങ്കിൽ ഇന്ന ഒരു വേർഡ്, അതായത് ഇന്ന വ്യക്തിയെ പറ്റിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഹെൽപ്പ് ടു ഫൈൻഡ് ഡേറ്റ്, നെയിം, ഡെഫിനീഷൻസ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഒരു സ്പെസിഫിക് ഡേറ്റ്, ഒരാളുടെ പേരൊക്കെ ഏതാണെന്നൊക്കെ ഒരു ബുക്കിൽ നിന്ന് വായിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കാനിങ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്കാനിങ്ങും സ്കിമ്മിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് റീഡിങ് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെക്സ്റ്റ് തറോ ആയിട്ട് വായിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പാറ്റേൺസും മെത്തേഡ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ തീമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ട്. ഒരു പുസ്തകത്തിലെ ഐഡിയാസ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ, ഡീപ്പർ മീനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് റീഡിംഗ് ആണ് എടുക്കേണ്ടത്. അതായത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഒരു ഡീപ്പർ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പുസ്തകത്തിൻ്റെ ഡീപ്പർ മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് റീഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ ക്ലോസ് റീഡിംഗ് ആണത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കീവേഡുകൾ ഉണ്ടാവും. ഇപ്പോൾ ഡീപ്പർ മീനിങ്, അതുപോലെ തന്നെ ജനറൽ ഐഡിയ, അങ്ങനത്തെ ഓരോരോ കീവേഡുകൾ ഉണ്ടാകും. ആ കീവേഡുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അമ്യൂസീവ് റീഡിംഗ് ഉണ്ട്. അമ്യൂസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വായിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏത് തരം റീഡിംഗ് ആണ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അമ്യൂസീവ് റീഡിംഗ് എന്നുള്ള കാറ്റഗറിയിലാണ് അത് വരുന്നത്. അതുപോലെ തന്നെ റീഡിംഗ് ബിറ്റ്വീൻ ലൈൻസ് ഉണ്ട്. ലൈൻസിലൂടെ നമ്മൾ വായിക്കുന്നതാണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്കിമ്മിങ്ങും സ്കാനിങ്ങും ക്ലോസ് റീഡിങ്ങുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇതിൽ പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കൽ സെഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എടുക്കാനുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാനായിരിക്കും. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അത് നിങ്ങൾ വായിക്കുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ പാരഗ്രാഫ് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ആദ്യം പാരഗ്രാഫ് വായിച്ച് പിന്നെയും ക്വസ്റ്റ്യൻ വായിച്ച് വീണ്ടും നിങ്ങൾ പാരഗ്രാഫ് വായിക്കേണ്ടി വരും. അതിന് പകരമായിട്ട് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക, എന്നിട്ട് പാരഗ്രാഫ് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. കാരണം ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഇത്രയും ആണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ക്ലോസ് റീഡിങ്ങും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിൽ ഈ ഒരു ബ്ലോക്കിൽ യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ളത് റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. അതായത് നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുന്നതിനുള്ള കോംപ്രഹെൻഷൻ എന്ന് പറയാം. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു പേജ് വായിച്ചിട്ട് അതിനകത്തുള്ള മീനിങ്, അതിൻ്റെ പരിപൂർണ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാനും പറ്റും, പക്ഷെ ആ വായിച്ച കാര്യങ്ങളിൽ നിന്ന് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് എന്താണ്, തീം എന്താണ്, സമ്മറി എന്താണ്, അതിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക.
ആ ഒരു വേർഡിനെ മറ്റൊരു ക്രിട്ടിക്കൽ രീതിയിലേക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന, അതിനെ മറ്റൊരു തലത്തിലേക്കൊക്കെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആ ഒരു എബിലിറ്റിയെയാണ് നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയാം. അല്ലാതെ ജസ്റ്റ് വായിച്ച് പോകുന്നതിനെയല്ല കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എന്താണ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. വാട്ട് ഈസ് റീഡിങ് കോംപ്രഹെൻഷൻ? അപ്പോൾ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സെൻസ് ഓഫ് എ റിട്ടൺ ടെക്സ്റ്റ് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ്, സെൻറ്റൻസ് ആൻഡ് ഓവറോൾ മീനിങ്. അതായത് ഒരു പുസ്തകം വായിച്ച് അതിലുള്ള വേർഡ്സ്, സെൻറ്റൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഓവറോൾ മീനിങ് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ കോംപ്രഹെൻഷൻ, റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ എക്സ്ട്രാക്ടിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആൻഡ് കണക്റ്റിംഗ് ഐഡിയാസ്. അപ്പോൾ അതായത് നമ്മളൊരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ എല്ലാ വേർഡ്സിൻ്റെ മീനിങ്ങും അറിയണം, അതിലെ സെൻറ്റൻസസിൻ്റെ മീനിങ് അറിയണം, ഒരു ഓവറോൾ മീനിങ് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏതാണെന്ന് തരംതിരിച്ച് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിലുള്ള ഐഡിയാസ് ബാക്കിയുള്ള ഐഡിയാസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. സോ ഇങ്ങനെ നമ്മളൊരു ടെക്സ്റ്റ് വായിച്ച് അതിൽ നിന്നും മനസ്സിലാക്കി എടുക്കുന്ന ഒരു സ്കില്ലാണ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാം, എന്താണ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാരഗ്രാഫായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കിൽസ് ഫോർ റീഡിങ് കോംപ്രഹെൻഷൻ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ വാട്ട് ആർ ദ റിക്വസിറ്റ് എന്നുള്ളൊരു വേർഡായിരിക്കും വരിക, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫോർ റീഡിങ് കോംപ്രഹെൻഷൻ എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കും വരിക. അതായത് റീഡിങ് കോംപ്രഹെൻഷന് നിങ്ങൾക്ക് അതായത് ഒരു റീഡിങ് കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആദ്യം ഒരു ബേസിക് സ്കില്ല് വേണം. ആ സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ബേസിക് റിക്വസിറ്റ്, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ ചോദ്യം വരിക. ബേസിക് റിക്വസിറ്റ് ഫോർ റീഡിങ് കോംപ്രഹെൻഷൻ. വാട്ട് ആർ ദ ബേസിക് റിക്വസിറ്റ് ഫോർ റീഡിങ് കോംപ്രഹെൻഷൻ? ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും വരാൻ ചാൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് റിക്വസിറ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് ഒരു വൊക്കാബുലറി നോളജ് ഉണ്ടായിരിക്കണം. നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്നതിന് മുന്നേ വൊക്കാബുലറി നോളജ് വേണം. അതായത് നമുക്ക് വേർഡുകളുടെ മീനിങ്സ് ഒക്കെ അറിയണ്ടേ. ഇപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുകയാണ്, ഈറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുകയാണെന്നുള്ള ആ ഒരു വൊക്കാബുലറി നോളജ് നമുക്കില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു പുസ്തകം വായിച്ചെടുക്കാൻ പറ്റില്ല, അതിലെ മീനിങ് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ വൊക്കാബുലറി നോളജ് ഒരു റിക്വസിറ്റ് ആയിട്ട് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു സ്കില്ലായിട്ട് നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻഫറൻസ് മേക്കിംഗ്, അതായത് നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്താൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ മെയിൻ ഐഡിയാസ്, അതുപോലെ തന്നെ നമുക്കൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മെയിൻ ഐഡിയാസ് മനസ്സിലാക്കി എടുക്കാനുള്ള സ്കില്ല് വേണം. സമ്മറൈസേഷൻ സ്കില്ല് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുസ്തകം അതിൻ്റെ കോംപ്രഹെൻഷൻ സ്കില്ലിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. നമുക്ക് അക്ഷരങ്ങൾ അറിയണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് വേണം. അപ്പോൾ ആ സ്കില്ലുകളെ കുറിച്ച് നമുക്ക് ഒരുപക്ഷെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് വേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ മെയിനായിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈക്രോ സ്ട്രക്ചർ, എന്താണ് മാക്രോ സ്ട്രക്ചർ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതായത് മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റൻസസ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസിഷൻ ആൻഡ് ലോജിക്കൽ കണക്ഷൻ. അതായത് സെൻറ്റൻസുകളുടെ റിലേഷൻഷിപ്പ്, രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിനൊരു മീനിങ് നമുക്ക് കിട്ടില്ലേ. ആ ഒരു മീനിങ്ങിൻ്റെ അതിനെയാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസിങ് ദ ഓവറോൾ തീം ഓർ എ മെസ്സേജ്. അതല്ലെങ്കിൽ മാക്രോ എന്ന് പറഞ്ഞാൽ വലുതാണ്, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെയാണ് മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവിടെ കണ്ടില്ലേ, അണ്ടർസ്റ്റാൻഡിങ് സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ് മൈക്രോ സ്ട്രക്ചർ, അണ്ടർസ്റ്റാൻഡിങ് ദ ഓവറോൾ മീനിങ് മാക്രോ സ്ട്രക്ചർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സിറ്റുവേഷൻ മോഡൽ ഇല്ല. നമുക്കിതിൽ പ്രധാനമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്കിൽസ് ഫോർ കോംപ്രഹെൻഷൻ, അതായത് കോംപ്രഹെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്. ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബേസിക് സ്കില്ല് വേണം. അതെന്തൊക്കെയാണെന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരാനുള്ളത് ലാക്ക് ഓഫ് റീഡിങ് കോംപ്രഹെൻഷൻ ലീഡ്സ് ടു, അതായത് നിങ്ങൾക്ക് റീഡിങ് കോംപ്രഹെൻഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ ചാൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒരുപക്ഷെ പുവർ അക്കാഡമിക് പെർഫോമൻസ്, നിങ്ങൾക്ക് നന്നായിട്ട്
സ്റ്റഡീസിൽ ബെറ്റർ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻസ്. നമുക്കൊരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചാലഞ്ചസ് ഇൻ പ്രൊഫഷണൽ ആൻഡ് ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രശ്നം വരും. നമ്മൾ പ്രൊഫഷണലി നമ്മളൊരു ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, സ്മോൾ അതായത് 2 സെൻറ്റൻസിലൊക്കെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലും കൂടി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അനലൈസിങ് ലിറ്ററേച്ചറാണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം, അതായത് ഒരു 3 പ്രധാനപ്പെട്ട വർക്കുകൾ, ഒരു കവിതയുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോസ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഥയുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളും അതിൻ്റെ ഫുൾ തീം ഇതിൽ പറയുന്നുണ്ട്. സമ്മറിയും കാര്യങ്ങളൊക്കെ എൻ്റെ സമ്മറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ കഥയിൽ നിന്ന് അല്ലെങ്കിൽ ആ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രബന്ധങ്ങളൊക്കെ പോലെയുള്ള പുസ്തകങ്ങളുണ്ടല്ലോ, നമ്മൾ അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിക്കില്ല, അതിനൊക്കെ നമ്മൾ പ്രോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഥ വരുന്നുണ്ട്, മുൺട്രോ എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ. അതുപോലെ തന്നെ ഒരു പോം, ഒരു കവിത പഠിക്കാനുണ്ട്, ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന റോസറ്റിയുടെ ഒരു കവിതയും പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പുസ്തകം വായിച്ച് അതിൽ നിന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് അനലൈസിങ് ലിറ്ററേച്ചറാണ്. ഒരു ലിറ്ററേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നതാണ്. അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ റീഡിങ് ആക്റ്റീവായിട്ട് നമ്മളത് വായിച്ച് അതിനകത്തുള്ള തീം മനസ്സിലാക്കുക. അതിലുള്ള കുറേ സിംബൽസ് ഉണ്ടാവും. കുറേ സിംബലുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിൽ കാണിച്ചിട്ടുണ്ടാവും, അത് കാണിക്കും, അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ അർത്ഥമാക്കുന്നുണ്ടാവും. അതാണ് സിംബൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിലുള്ള ലിറ്റററി ഡിവൈസസ്, കുറേ ലിറ്റററി ഡിവൈസസ് ഉണ്ടാവും. മെറ്റഫർ, ഇമേജറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഉണ്ടാവും. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവനെ കാണാൻ അവൻ സ്റ്റാർ ആണെന്ന് പറയില്ലേ, അവനൊരു സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ അത് മെറ്റഫറാണ്. അവൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. അപ്പോൾ അവൻ സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ അവൻ നല്ല അടിപൊളിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം യൂസേജിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഹീ ലൈക്ക് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതൊരു സിമിലിയാണ്. മനസ്സിലായില്ല? അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ലിറ്റററി ഡിവൈസസ് എന്ന് പറയുക. അപ്പോൾ അത്തരം ലിറ്റററി ഡിവൈസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ പ്ലോട്ട്, ആ ഒരു കഥ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സമ്മറി എന്താണെന്ന് അറിയണം. അതാണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഒരു അനലൈസിങ് ലിറ്ററേച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, വൈ അനലൈസ് ലിറ്ററേച്ചർ, നമ്മൾ എന്തിന് ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എൻഹാൻസ് കോംപ്രഹെൻഷൻ, അതായത് നമ്മുടെ കോംപ്രഹെൻഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ കോംപ്രഹെൻഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ റീഡിങ് ലിറ്ററേച്ചർ അതിൻ്റെ ഒരു ആൻസറായിട്ട് കൊടുക്കണം. റീഡിങ് എ ലോട്ട്, റീഡിങ് ന്യൂസ് പേപ്പർ, റീഡിങ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ റീഡിങ് എനിത്തിങ്, അതൊക്കെ നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ്. അതുപോലെ തന്നെ പുതിയ വൊക്കാബുലറീസ് കണ്ടെത്തുക, ഫൈൻഡിങ് ന്യൂ വൊക്കാബുലറീസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ റീഡിങ് കോംപ്രഹെൻഷൻ കൂട്ടാനുള്ളതാണ്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്രഹെൻഷൻ കൂടും ചെയ്യും. അതുപോലെ തന്നെ ഇംപ്രൂവ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്തിനാണ് അനലൈസ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഡെവലപ്പ് റൈറ്റിംഗ് സ്കില്ല്, നമ്മൾ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും കൂടി കൂടും. എൻകറേജ് എംപതി എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് നമുക്കൊരു സഹതാപം തോന്നില്ല, അതിനെയാണ് നമ്മൾ എംപതി എന്ന് പറയുക. അണ്ടർസ്റ്റാൻഡിങ് ക്യാരക്ടേഴ്സ്, ഇമോഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഫോസ്റ്റർ എംപതി ആൻഡ് കൾച്ചറൽ അവയർനെസ്. നമ്മൾ ഈ സഫർ ചെയ്യുന്ന ആളുകളെയൊക്കെ കഥകളൊക്കെ വായിക്കുമ്പോൾ അവരോടൊരു സഹതാപം തോന്നും. അപ്പോൾ ഈ സഹതാപം
നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവരോടും ആ ഒരു സഹതാപം നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ചില ആളുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചില കഥകളും കവിതകളും നോവലുകളൊക്കെ വായിക്കുമ്പോഴാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു സഹതാപം, ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ലൈഫ് ലോങ് ബാക്കിയുള്ള നമ്മുടെ സഹജീവികളോടും നമുക്ക് ആ ഒരു സഹതാപം ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു മോറലായിട്ടുള്ള കാര്യമാണ്, ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ലിറ്ററേച്ചർ വായിക്കുന്നത്. അപ്പോൾ എൻകറേജസ് എമ്പതി ഉണ്ടാക്കും. സ്ട്രെങ്തൻ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവും. കാരണം നമുക്ക് ഒരുപാട് വൊക്കാബുലറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചർ അനലൈസ് ചെയ്താനുള്ള ഉപകാരങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അതിന് ആൻസറായിട്ട് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വർക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്ദുൽ കലാം ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈവൻ വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് അബ്ദുൽ കലാം എന്ന് വരെ ചോദിക്കാം. അല്ലെങ്കിൽ അബ്ദുൽ കലാം ജനിച്ച വർഷം ചോദിക്കാം, എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് മരിച്ചതെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാമിൻ്റെ 2 പ്രധാനപ്പെട്ട 2 വർക്കുകൾ എഴുതുക, അതായത് 2 പുസ്തകങ്ങളെ പറ്റി എഴുതുക. അപ്പോൾ വിങ്സ് ഓഫ് ഫയർ കൊടുക്കാം, ഇഗ്നൈറ്റ് മൈൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യ 2020 കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 2 പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ദ ഡ്രീംസ് ആൻഡ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസേജാണ്. അതായത് ഇഗ്നൈറ്റ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫ് അല്ലെങ്കിൽ ചെറിയൊരു പാസേജാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ദ ഡ്രീം ആൻഡ് ദ പാസേജ് ഈസ് എ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈസ് എ പാസേജ് ടേക്കൻ ഫ്രം വിച്ച് ബുക്ക്, ഏത് ബുക്കിൽ നിന്നാണ് ഈ ഒരു പാസേജ് എടുത്തതെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പ്ലോട്ട് സമ്മറി വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇതിൽ അബ്ദുൽ കലാം പറയുന്നത്, അതുപോലെ തന്നെ ആരൊക്കെ കുറിച്ചാണ് ഇതിൽ 3, 4, 5 പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു വർക്കിൽ. എംപറർ അശോകനെ കുറിച്ച് പറയുന്നുണ്ട്, മഹാത്മാഗാന്ധിനെ പറ്റി പറയുന്നുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച്, എബ്രഹാം ലിങ്കനെ കുറിച്ച്, അതുപോലെ തന്നെ ഖലീഫ ഉമറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ 5 വ്യക്തികളെ കുറിച്ചാണ് അബ്ദുൽ കലാം ഈ ഒരു വർക്കിൽ പറഞ്ഞത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ എന്തൊക്കെ ഈ ഒരു യങ് ജനറേഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാം. സോ ഈ ഒരു എൻ്റയർ പ്ലോട്ട് സമ്മറി നിങ്ങൾ വായിച്ചിട്ട് അതിലെന്തൊക്കെയാണോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. അതായത് ഈ ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ് അല്ലെങ്കിൽ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലൂടെ അബ്ദുൽ കലാം യങ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ആദ്യം അദ്ദേഹം ഒരു കാര്യം അതിൻ്റെ തുടക്കത്തിൽ ഒരു ഹെലികോപ്റ്റർ ക്രാഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ലിറ്ററേച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദ ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥ നമുക്ക് പഠിക്കാനുണ്ട്, W.H.H. മൊൺറോയുടെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ദ ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള കഥ എഴുതിയത് ആരാണ്, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ഓപ്പൺ വിൻഡോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ H.H. മൊൺറോ എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. അതുപോലെ തന്നെ ഇതൊരു ബീസ്റ്റ് ആൻഡ് സൂപ്പർ ബീസ്റ്റ്, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ വേറൊരു ഈ എൻ്റയർ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലെ കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ മിസ്സിസ് ആപ്പിൾട്ടൺ, അതുപോലെ തന്നെ വീര എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മിസ്സിസ് ആപ്പിൾട്ടനെ കാണാൻ വന്നിട്ടുള്ള നട്ടൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടുന്ന് പേടിപ്പിച്ച് ഓടിച്ചു വിടുന്ന ഒരു കഥയാണത്. അപ്പോൾ ഈ വീരനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് നട്ടലിനെ അവൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എൻ്റയർ സമ്മറി അറിയണം, എന്നിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. എന്നാലേ നിങ്ങൾക്ക്
ഇതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ സമ്മറി പറയുന്നില്ല, അപ്പോൾ നമ്മുടെ ക്ലാസ് ഒരുപാട് നീണ്ടു പോകും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള യൂസ് ചെയ്ത ഐറണീസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ബ്ലസ്ഡ് അമോസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോം ഉണ്ട്. അപ്പോൾ ഈ പോയത്തിനെ കുറിച്ചും നിങ്ങൾക്ക് ഇതിൻ്റെ സമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ സമ്മറി, അതെന്താണ്, അതിലുള്ള യൂസ് ചെയ്ത സിമ്പിൾസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അല്ലെങ്കിൽ ഈ പോയം അനലൈസ് ചെയ്തിട്ട് ഒരു ആൻസർ എന്താണ്, വാട്ട് ഈസ് ദ അനാലിസിസ് ഓഫ് ദ പോയം ദ ബ്ലസ്ഡ് അമോസൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലവ് ബിയോണ്ട് ഡെത്ത് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് മരണശേഷവും രണ്ട് ലവേഴ്സ് അഗാധമായി പ്രണയിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്, അതായത് മരണം കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ആ ഒരു ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയം പറയുന്നത്. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. സോ സ്കോളേഴ്സ് ഹബ് ആക്ച്വലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ലെക്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവരുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി, അതുപോലെ തന്നെ സെക്ഷൻ സി, സെക്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഒരു 15 ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയാവും. ബാക്കി 5 ക്വസ്റ്റ്യൻ എഴുതണ്ട, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിനിമം നിങ്ങൾ ഒരു 2 സെൻറ്റൻസ് എങ്കിലും അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടില്ലേ, ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാവും. ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിനിമം ഒരു പേജെങ്കിലും നിങ്ങൾ അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ അതിൽ 6 ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒരു 10-12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിലുണ്ടാവും. സോ അതുപോലെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ്. എസ് ഐ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 4 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എസ് ഐ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് പോയെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് ആ പോയം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ എസ് എ ആയിട്ട് എഴുതാൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കണ്ടില്ല, വാട്ട് ആർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് ജനറൽ അല്ല. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ. കണ്ടില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. അതായത് AI, ഇപ്പോൾ നമ്മൾ കാണുന്ന ChatGPT പോലെയുള്ള അതിനെയാണ് നമ്മൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്യൂച്ചറിൽ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്, അതിനെക്കുറിച്ച് നോളജ് ഉള്ള ഒരാൾക്ക്, നല്ല ലാംഗ്വേജ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇത്തരം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ നോളജും അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നോളജ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ലാംഗ്വേജ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, അല്ലാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. വാട്ട് ആർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച ആളാണെങ്കിൽ അവർക്ക് അത് എഴുതാൻ ഈസി ആയിരിക്കും. ഇതുപോലെ അനലൈസിങ് പോയം ആണെന്നുണ്ടെങ്കിലും നല്ല റീഡിങ് കോംപ്രഹെൻഷനും റൈറ്റിംഗ് സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. വൈ ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ്ങർ ദാൻ എനി അതർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എസ്സേസും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഗ്രാമർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഗ്രാമർ ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കിയാണ്. Okay, so that's all about the class. That's all about block 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. വിച്ച് ഫോം ഓഫ് റീഡിംഗ് ഈസ് ദ ബെസ്റ്റ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് റീഡിംഗ് സംടൈംസ് സ്കിപ്പിംഗ് പോർഷൻ ഫോർ ജനറൽ കോംപ്രഹെൻഷൻ ആൻഡ് അപ്രീസിയേഷൻ ഓഫ് എ ടെക്സ്റ്റ് നോൺ ആസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്? വാട്ട് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് ടെക്സ്റ്റ്? അതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. സോ
സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് 2-3 തവണ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് ആൻസർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ എ സെക്ഷൻ ഉണ്ടല്ലോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻസും വരുന്നത്. ഗ്രാമറിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് വരാം. കാരണം ഗ്രാമർ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഔട്ട് ഓഫ് ദ ഏരിയാസ് നിന്നായിരിക്കും അതിൽ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് ഗ്രാമർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിലും പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ പോലെയുള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കുറച്ചും കൂടി ഈസിയാണ്, നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ടെൻസസ് ഒക്കെ വരുന്ന സമയത്ത് ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് അതിൻ്റെ ആ ഒരു അത് കൃത്യമായിട്ട് മനസ്സിലായാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്ലോക്ക് 2. ഓക്കെ, താങ്ക് യു സോ മച്ച്.